അപ്പുറത്തച്ഛനുണ്ട്. ഇതുവരെ വീട്ടിൽ എന്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടുണ്ടോ? അതിനിപ്പോ എന്തുണ്ടായി? കിച്ചുവിന് എപ്പോഴും കിച്ചുവിന്റെ വശം ജയിക്കണമെന്നേ ഉള്ളൂ. ആര് ജയിക്കുന്നു, ആര് തോക്കുന്നു? നമുക്ക് ഒരുമിച്ച് ജയിക്കാം മീരെ, അല്ലെങ്കിൽ ഒരുമിച്ച് തോക്കാം. ആ വിചാരം കിച്ചുവിനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് വേണമെന്ന് പറ. ഒന്നും വേണ്ട. സ്നേഹം നിറഞ്ഞ ഒരു വാക്കെന്നോട് സംസാരിച്ചൂടെ? ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് നോക്കിക്കൂടെ? പറഞ്ഞോ? ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ കിച്ചുവിന്റെ കാമുകിയല്ല, ഭാര്യയാണ്. എല്ലാം ഉപേക്ഷിച്ച് കിച്ചുവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളാണ്. എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് കിച്ചുവിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ കിച്ചു? പറഞ്ഞു, മാറി താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പ്രയാസം സമ്മതിച്ചു. പിന്നെ അതേക്കുറിച്ച് ഞാൻ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചത്? എന്റെ ഗുണം കൊണ്ട്, സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട്. സ്വഭാവത്തിന്റെ ഗുണം പണത്തിന് നറുക്കിടുന്ന വളർന്നതിന്റെ അഹങ്കാരമാണ്. വീണ്ടും പണം പണം പണം. പണത്തെ മോഹിച്ചായിരുന്നെങ്കിൽ കിച്ചുവിന്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിക്കുമായിരുന്നു. കിച്ചുവിന് പണക്കാരെ പുച്ഛമാണ്, എന്റെ ഡാഡിയെ പരമ പുച്ഛമാണ്. അല്ല, ഞാൻ പൂവിട്ട് തൊഴാം. എന്തിനാ അസൂയപ്പെടുന്ന കിച്ചു? എന്റെ ഡാഡി പണക്കാരനായെങ്കിൽ രാപകൽ ഓടി നടന്ന് പാടുപെട്ടിട്ടാണ്. രാപകൽ പാടുപെട്ടിട്ട് വളഞ്ഞ വഴി കൂടെ അല്ലാതെ പെട്ടെന്ന് പണക്കാരനായിട്ടുള്ള ആരുണ്ട് ഇവിടെ? രാപകൽ പാടുപെട്ട് പോലും അത് വേറെ വല്ലതായിരിക്കും. വേണ്ട മീരെ, വാക്കുകൾ കൊണ്ടുള്ള ഈ ഒളിച്ചുകളി നമുക്കോട്ട് അവസാനിപ്പിക്കാം. ആരാ ഒളിച്ചു കളിക്കുന്നത്? എപ്പോഴും ഒളിച്ചു കളിക്കുന്നത് ഞാനോ? അല്ല, ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? വേണ്ട കിച്ചു, ഇങ്ങനെ പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. നിക്ക്, പോകാൻ വരട്ടെ. പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി. പറയട്ടെ? പറ. ഭാര്യയോട് ഭർത്താവ് ആ പേരിന് അർഹനല്ല. എന്റെ ഡാഡി പോലും ഇതുവരെ എന്നെ അടിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എവിടേക്കാ പോകുന്നേ? വിടൂ ലക്ഷ്മി, പോരു ചേച്ചി, വിടൂ. കിച്ചന്റെ കൂടെ ഇറങ്ങി തിരിച്ച അന്ന് മുതൽ ഞാൻ ദുഃഖിക്കുകയാണ്. എന്താ മോളെ ചേച്ചി, ചേച്ചി, വിടൂ ലക്ഷ്മി.
എന്റെ മോള് കരയരുത്. സാരല്ല മോളെ, അകത്തു പോ. മമ്മി. ഏതായാലും വരാനുള്ളത് വന്നു. അതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയേക്കരുത്. ഓ, ഇത്ര പെട്ടെന്ന് അവക്ക് ഭർത്താവിന്റെ കൂടെ പുറത്തു മതിയായോ? പഴയ ദേഷ്യം വെച്ച് നീ അവളോട് പെരുമാറരുത്. ഒന്ന് നീ ഓർക്കണം, ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൾ തിരിച്ചു വരില്ലായിരുന്നു. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടി. എനിക്കത് മാത്രം മതി. പോരാ, ഇനി അവൾ തിരിച്ചു പോകാനിടയാക്കരുത്. തിരിച്ചു പോകാനോ? അനുഭവിച്ചതൊന്നും പോരെ? ഈ സ്വഭാവമാണ് നീ മാറ്റേണ്ടത്. അവൾ ഇവിടെ സമാധാനമായി കഴിയട്ടെ, ശവത്തി കുത്തി വേദനിപ്പിക്കാതെ. ദേ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം എന്റെ മോളോട് എങ്ങനെ പെരുമാറണമെന്ന്. ഭാഗി, അവൾ ഒന്നും കഴിച്ചു കാണില്ല. നീ ഒന്നും മുടിച്ചല്ലേ. ഗുരുവായൂരപ്പ, മോളെ, പട്ടിണി കിടന്ന് ചാകാനാണോ ഉദ്ദേശം? എനിക്ക് ദാ ഇതെങ്കിലും കഴിക്കും. മോളെ, മോളെ, മോളുടെ വിഷമം മമ്മിക്ക് മനസ്സിലാവും. എന്ന് വെച്ച് ഒന്നും തിന്നാതെയും കുടിക്കാതെ ഇരുന്നാലോ? വേണ്ട മമ്മി, എനിക്ക് തീരെ വിശപ്പില്ല. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും മോളെ. ദാ ഈ ബ്രെഡും കഴിച്ച് പാലും കുടിക്കും. വേണ്ട മമ്മി. മോളെ, ദാ ഈ പാലെങ്കിലും കുടിക്കും. കുടിക്കും മോളെ. കുടിച്ചോളാം മമ്മി, പൊയ്ക്കോളൂ. ഇതേ ആട്ടിൻപാലല്ല, അസൽ ആട്ടിൻപാലാണ്. ലക്ഷ്മിയെ പറഞ്ഞു വിട്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചതാ. വേണ്ടെന്ന് തകിച്ചു. പറ്റില്ല, വേണം. തടിയും പോരട്ടെ, മാച്ച് ചെയ്യണ്ടേ? ചിരിക്കാൻ പറഞ്ഞല്ല. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്നറിയാം? ആട്ടിൻപാലാണ്. കുടിക്കും. പറ്റില്ല, പണി പറ്റില്ല, പാല് കുടിച്ചേ പറ്റുള്ളൂ. എന്നാ കിച്ചും കുടിക്കും. നീര് കുടിച്ചിട്ട്. അത് പറ്റില്ല, അത് പറ്റില്ല. പറ്റും പറ്റും പറ്റും, ഒത്തുകുടിച്ചാൽ പറ്റും. കിച്ചു, പിന്നെയും തുടങ്ങിയോ? ഒരു ദിവസം എത്ര ബീഡിയാ വലിച്ചു തള്ളുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഇനി മുതൽ റേഷനാണ്. മണിക്കൂറിൽ 2. എന്താ, സമ്മതിച്ചോ? 2 പോരാ, 5. 5? പറ്റില്ല. 4.